ഹായ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ ലെക്സ് ടോക്ക് ഡയറീസ്. ഇക്കഴിഞ്ഞ ദിവസം ഒരുപാട് സന്തോഷമുള്ളൊരു വാർത്തയാണ് കേട്ടത്. ഹിരൺദാസ് മുരളി എന്ന വേടന് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച ഗാനരചയിതാവ് എന്നുള്ള അവാർഡ് ലഭിക്കുന്നു എന്ന വാർത്ത. ഒരുപാട് സന്തോഷം അനിയ. ഇങ്ങനെയൊരു അർഹതപ്പെട്ട അവാർഡ് താങ്കൾക്ക് ലഭിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞതിൽ. എൻ്റെ ഈ ചാനലിൽ തന്നെ പല പല വീഡിയോസും വേടനെ സംബന്ധിച്ച് ഇതിനു മുമ്പും ഷെയർ ചെയ്തിരുന്നു. അതെല്ലാം ഷെയർ ചെയ്യാനുള്ള ഒറ്റ കാരണമാണ് അദ്ദേഹത്തിൻ്റെ വരികളോടുള്ള ഇഷ്ടം. ആ വരികളിലൂടെ അദ്ദേഹം പങ്കുവെക്കുന്ന ആശയങ്ങളോടുള്ള ഇഷ്ടം. അതാണ് വേടൻ എന്ന വ്യക്തിയിലേക്ക് വീണ്ടും വീണ്ടും ആകർഷിക്കുന്ന ഘടകം. അത്തരത്തിൽ ഉറച്ച നിലപാടുകളെ, സാധാരണ മനുഷ്യൻ്റെ അവസ്ഥകളെ പറയുന്ന, അത് വെളിപ്പെടുത്തി മനസ്സിലാക്കി തരുന്ന താങ്കളുടെ വരികൾ, ആ വരികൾ അതിനുള്ള ഉറപ്പാണ് വീണ്ടും മുന്നോട്ട് പോകാനുള്ളൊരു ഒരു ശക്തി എന്നോണം ലഭിച്ച ഈ അവാർഡ്. സത്യം പറഞ്ഞാൽ താങ്കളെ ഇഷ്ടപ്പെടുന്ന, താങ്കളുടെ വരികളെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സമൂഹത്തിന് ഈ അവാർഡിനപ്പുറം ഒരു സ്ഥാനം അവരുടെ മനസ്സിൽ നൽകിയിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായ എന്ന പാട്ട് രചിച്ചതിനാണ് വേടൻ അവാർഡിന് അർഹനാക്കിയിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ആ പാട്ട് പാടിയതും. എല്ലാത്തിനും ഒരു നെഗറ്റീവും പോസിറ്റീവും ഉള്ളതുപോലെ ഈ പാട്ടിലെ തന്നെ ഒരു വരിയാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത്. കുടിച്ച കള്ളമൊന്നും പറയില്ലടാ എന്നുള്ളൊരു വരി. അതാണ് ഏറ്റവും കൂടുതൽ വിമർശനത്തിന് ഇടയാക്കുന്ന ഒരു വരി. ഞാൻ തന്നെ 1-2 വീഡിയോകൾ ചെയ്തപ്പോൾ അതിൽ വന്നൊരു കമൻ്റായിരുന്നു, ലഹരി ഇല്ലെങ്കിൽ താങ്കളെ ആകർഷിക്കുന്ന വരികളില്ല എന്നുള്ളൊരു കമൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ എത്ര കവികൾ വേണം? ഒരു വീട്ടിൽ തന്നെ എത്ര കവികൾ വേണം? അച്ഛനോ അപ്പൂപ്പനോ ചേട്ടന്മാരോ അനിയന്മാരോ സഹോദരിമാരോ ഒക്കെ ഉണ്ടല്ലോ ലഹരികൾ പലതരത്തിൽ ഉപയോഗിക്കുന്നത്. വീട്ടിലൊക്കെ എത്ര കവികൾ വേണം അല്ലേ? നമ്മുടെ വീട്ടിൽ തന്നെ എത്ര ബുക്കുകൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ കാണും നമ്മൾ തന്നെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ലഹരി ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാവർക്കും കവിത എഴുതാൻ പറ്റുമെങ്കിൽ പേപ്പർ എടുത്ത് അതിന് മുമ്പ് ഇരിക്കുമ്പോൾ അറിയാം നമുക്ക് എത്രത്തോളം എഴുതാൻ പറ്റുമെന്നുള്ളത്. ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ വെറുതെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ആ വരികൾ എടുത്തൊന്ന് വായിച്ച് നോക്ക്. വളരെ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിലാണ് വരികൾ. എനിക്കതിൽ കാണാൻ പറ്റുന്നത് മനുഷ്യൻ്റെ ആ നിസ്സഹായ അവസ്ഥയുണ്ടല്ലോ. അവനവൻ ഉടമകളായിരിക്കുന്ന ആ മണ്ണ് അവന് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ അവസ്ഥ, അത്തരത്തിൽ ഒരു ഭ്രാന്തമായി പോയ ഒരു ജനവിഭാഗം ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒച്ചത്തിലുള്ള ശബ്ദം. അത്തരത്തിലുള്ള ശബ്ദമില്ലാത്തവർക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആ ഒരു റാപ്പ് സോങ് തന്നെ അത് തന്നെയാണ്. ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാണത്. അവൻ്റെ നിലവിളികളാണ്, അവൻ്റെ അവസ്ഥകളാണ് ആ വരികളിൽ പറയുന്നത്. വേടൻ്റെ ഓരോ പാട്ടും അതേപോലെയുള്ള മനുഷ്യൻ്റെ അവസ്ഥകളെയാണ് അതിനകത്ത് പറയുന്നത്. പ്രകൃതിയെയും മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ അദ്ദേഹം ഇതേ അവസ്ഥയിലുള്ള അതേപോലെ തന്നെയാണ് മനുഷ്യൻ. മനുഷ്യരൂപമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവനൊന്ന് പ്രതികരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി. നീചമായ ഒരു വ്യക്തിയെ കാണുന്ന പോലെ, അല്ലെ ഒരു വസ്തുവിനെ കാണുന്ന പോലെ, ഒരു മജ്ജയും മാംസവും ഉള്ള ഒരു മനുഷ്യനെ, അവനെ ഒരു മനുഷ്യൻ്റെ വില പോലും കൊടുക്കാതെ പേപ്പട്ടി എന്നോണം ആണ് മനുഷ്യനെ കാണുന്ന അവസ്ഥ. ഈ പറയുന്ന ഇത്ര ആധുനിക യുഗമാണെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും മനുഷ്യനെ പലയിടത്തും അടിച്ചമർത്തി ചവിട്ടി അരയ്ക്കുന്ന അവസ്ഥ. അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ. അനുഭവിക്കുന്നവർക്ക് ആ വിയർപ്പിൻ്റെ വില മനസ്സിലാകത്തുള്ളൂ. അത്തരത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവൻ്റെ, അവൻ്റെ ഒരു നേരത്തെ അന്നത്തിൻ്റെ, അവൻ്റെ വസ്ത്രത്തിൻ്റെ, അവൻ്റെ പാർപ്പിടത്തിൻ്റെ, അവൻ്റെ ഓരോന്നിൻ്റെയും, അവൻ നേടിയെടുക്കുന്ന ഓരോ ചെറിയ ചെറിയ വലിയ നേട്ടങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ പല കാര്യങ്ങൾക്കും വേണ്ടിയാണ്. അവൻ്റെ അവസ്ഥകളെയാണ് അദ്ദേഹത്തിൻ്റെ വരികളോട് പറയുന്നത്. അത്തരത്തിലുള്ള അവസ്ഥകളെ ഈ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. ദാരിദ്ര്യം പൂർണ്ണമായി ഇല്ല എന്ന് പറയുന്നുവെങ്കിലും എത്രയോ പേരുണ്ട് ഇപ്പോഴും, ഇല്ലേ? എത്രയോ പേരുണ്ട് ഇപ്പോഴും ഒരു നേരത്തെ ഭക്ഷണം, ഒരു നേരത്തെ വസ്ത്രത്തിന്, ഇപ്പോഴും മഴയും മഞ്ഞും വെയിലും ഒന്നും ഏൽക്കാതെ ഒന്ന് സുരക്ഷിതമായി ഒരു കൂരയ്ക്ക് കീഴിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ള കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥകളെയാണ് അദ്ദേഹത്തിൻ്റെ വരികളിൽ അദ്ദേഹം പറയുന്നത്. അത് മനസ്സിലാകണമെങ്കിൽ കുറഞ്ഞതൊരു മനുഷ്യനാകണം. അത്തരത്തിലുള്ളവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. അവർക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള വരികളെ എതിർക്കാൻ കഴിയില്ല. അത് കണ്ടിട്ടുള്ളവർക്ക്, അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് ഒരിക്കലും ഇതിനെ എതിർക്കാൻ കഴിയത്തില്ല.
അതുകൊണ്ട് തന്നെ വേടൻ ലഹരി ചെയ്യുന്നുണ്ടോ, ലഹരി ഉപയോഗിക്കുന്നുണ്ടോ, ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയനായ ഒരു വ്യക്തിയാണോ അദ്ദേഹം, ഇതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന സത്യസന്ധമായ അവസ്ഥ, ഈ സമൂഹത്തിൽ ഇപ്പോഴും നടക്കുന്ന സത്യസന്ധമായ അവസ്ഥ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ ഓരോ വേദികളിലും അദ്ദേഹം പറയുന്നുണ്ട്. സാധാരണക്കാരന് മനസ്സിലാവുന്ന അവൻ്റെ ഭാഷ, അവൻ്റെ ജീവിതം, അല്ലേ? ഒരുപാട് സന്തോഷമുണ്ട് അനിയ ഈ അവാർഡ് അർഹിക്കുന്ന കൈകളിൽ കിട്ടിയതിന്. ഇനിയും ആ വാക്കുകളിലെത്തി ആളി തന്നെ കത്തട്ടെ. നിർത്തുന്നു. നമസ്കാരം.